ഓം ശാന്തി. ഞാൻ ദിവ്യ ജ്യോതി ആത്മാ നിർവാണധാമം മുക്തിധാമത്തിൽ എൻ്റെ അനാദി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഒരു തേജസ്വി നക്ഷത്രം പോലെ പ്രകാശിക്കുന്നു. ഈ പാവന പരമധാമത്തിൽ ഞാൻ പവിത്രതയുടെ സൂര്യനായ പാരസ്നാഥിന്റെ കൂടെയാണ്. പരമാത്മാ സാന്നിധ്യത്തിൽ മനസ്സ് ശാന്തമാണ്. ഒരു വ്യർത്ഥ സങ്കല്പം പോലുമില്ല. മനസ്സ് ശുദ്ധ സങ്കല്പങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മനസ്സിൽ കേവലം ശുദ്ധ സങ്കല്പവും സമർത്ഥ സങ്കല്പവുമാണുള്ളത്. പരമധാമത്തിൽ ഞാൻ ദിവ്യ ജ്യോതി ആത്മാ, കൂടെ പരം ജ്യോതി ശിവബാബ. ഞാൻ നിരന്തരം ശിവബാബയുടെ തേജോമയ രൂപത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു. പരമാത്മ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്നു. സർവശക്തിവാൻ ശിവബാബ ഒരു കാന്തം പോലെ ഞാൻ ആത്മാവിനെ തന്റെ നേർക്ക് ആകർഷിക്കുന്നു. ഞാൻ ബാബയുടെ സമീപമെത്തുന്ന കമ്പൈൻഡ് ആകുന്നു. പാരസ്നാഥ് ശിവബാബയുടെ അലൗകിക സ്പർശത്താൽ ഞാൻ ആത്മാവ് സ്വർണമാകുന്നു, ശുദ്ധവും പവിത്രവുമാകുന്നു, പ്യുവർ ഗോൾഡായി തീരുന്നു. പാരസ്നാഥ് ബാബയുടെ സംബന്ധത്തിൽ എൻ്റെ ബുദ്ധിയും പവിഴമാകുന്നു. ഞാൻ പാരസ് ബുദ്ധി ആത്മാവാണ്. സർവ പരമാത്മ ഗുണങ്ങളാലും ശക്തികളാലും ഞാൻ സമ്പന്നമായി സമ്പൂർണ്ണ പവിത്രമായിരിക്കുന്നു. സമ്പൂർണ്ണ നിർവികാരിയാകുന്നു. ഇപ്പോൾ പാരസ് ബുദ്ധിയായ എനിക്ക് വിശ്വത്തിലെ സർവ ആത്മാക്കളെയും പാരസ് ബുദ്ധിയാക്കണം. തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാക്കണം. ഈ ശ്രേഷ്ഠ സങ്കല്പത്തോടെ ഞാൻ പരമധാമത്തിൽ നിന്നും താഴേക്കിറങ്ങി പവിത്രതയുടെ ഗോൾഡൻ കിരണങ്ങൾ പരത്തിക്കൊണ്ട് സാകാരി വദനത്തിലെത്തുന്നു. ഈ സ്ഥൂല ശരീരത്തിൽ ഭൃഗുടി സിംഹാസനത്തിൽ വിരാജമാനാകുന്നു. സദാ ഈ സ്മൃതിയാണ്, ഞാൻ പവിഴ ബുദ്ധി ആത്മാവാണ്. ശുദ്ധ സമ്പൂർണ്ണ പവിത്ര ബ്രാഹ്മണ ആത്മാവാണ്. ഞാൻ സദാ സമർത്ഥ സങ്കല്പം ചെയ്യുന്നു. ഞാൻ പവിഴ ബുദ്ധി ആത്മാ നെഗറ്റീവ് വായുമണ്ഡലത്തെ പോസിറ്റീവിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നു. ലോഹത്തിൽ നിന്നും സത്യസ്വർണമാക്കുന്നു. ഞാൻ പവിഴ ബുദ്ധി ആത്മാ എൻ്റെ ശ്രേഷ്ഠ സങ്കല്പം, വചനം, കർമ്മം, ദൃഷ്ടി, സംബന്ധ സമ്പർക്കത്തിലും കല്ലുബുദ്ധിയായവരെയും പവിഴ ബുദ്ധിയാക്കുന്നു. സർവരുടെയും ജീവിതം കക്കയിൽ നിന്നും വജ്രമാക്കുന്നു. ഈ പഴയ ലോകത്തെ പവിഴ ബുദ്ധിയാക്കാൻ ഞാൻ പാരസ്നാഥനായ ബാബയുടെ സഹയോഗിയാകുന്നു.
സത്യബാബയിൽ നിന്നും സത്യകഥ കേട്ടുകൊണ്ട് നരനിൽ നിന്നും നാരായണനാകുന്നു. 21 ജന്മത്തേക്ക് വേണ്ടി പരിധിയില്ലാത്ത പിതാവ് സമ്പത്ത് നൽകുകയാണ്. ദേഹത്തെയും ദേഹത്തിൻ്റെ ബന്ധങ്ങളെയും മറന്ന് ബാബയെയും രാജ്യപദവിയെയും ഓർമ്മിക്കുന്നു. ഇതാണ് സദ്ഗുരുവിൻ്റെ ശ്രീമതം. ഈ ശ്രീമതത്തിലൂടെ ദേഹി അഭിമാനികളാകുന്നവരാണ് പവിഴ ബുദ്ധികളാകുന്നത്. പതിത പാവനനായ ബാബ കൽപ്പകൽപ്പം സംഗമയുഗത്തിൽ വന്ന് സർവരെയും ഉദ്ധരിക്കുന്നു. സത്യബാബ സത്യഖണ്ഡം സ്ഥാപിക്കുന്നു. ബാബ പുതിയ ലോകത്തിന്റെ രചയിതാവാണ്. ഹെവൻലി ഗോഡ് ഫാദറാണ്. ഞാൻ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ഒരു ബാബയെ ഓർമ്മിക്കുന്നു. ഇതെന്റെ അന്തിമ ജന്മമാണ്. ഞാൻ ദേഹി അഭിമാനിയായി ഒരു ബാബയെ ഓർമ്മിക്കുന്നു. രാജ്യപദവിയെയും ഓർമ്മിക്കുന്നു. ദേഹത്തിന്റെ സർവ സംബന്ധങ്ങളെയും ഒഴിവാക്കിയാൽ പവിഴ ബുദ്ധിയാകുന്നു. ഒരു സദ്ഗുരുവിനെ കൂടാതെ മറ്റാർക്കും സദ്ഗതി നൽകാൻ സാധ്യമല്ല. ഞാനിപ്പോൾ വാനപ്രസ്ഥാവസ്ഥയിലാണ്. ഞാൻ ആത്മാ സത്യമാണ്, ചൈതന്യമാണ്, അമരനാണ്. ബാബയും സത്യമാണ്, ചൈതന്യമാണ്, സൃഷ്ടിയുടെ ബീജരൂപമാണ്. ബാബ പറയുന്നു, ഈ അന്തിമ ജന്മത്തിൽ ഒരു പാപകർമ്മവും ചെയ്യരുത്. പുണ്യാത്മാവാകാനുള്ള പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യുന്നു. സമ്പൂർണ്ണ പാവനമാകണം. ബുദ്ധിയെ പവിഴ ബുദ്ധിയാക്കാൻ ദേഹത്തിന്റെ സർവസംബന്ധങ്ങളെയും മറന്നു ദേഹി അഭിമാനിയാകാനുള്ള അഭ്യാസം ചെയ്യുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. പഴയ സംസ്കാരങ്ങളിൽ നിന്നും വിഘ്നങ്ങളിൽ നിന്നും മുക്തി പ്രാപിക്കുന്ന സദാശക്തി സമ്പന്നമാകുന്നു. ഞാൻ ശക്തി ധാരണ ചെയ്യുന്ന അലങ്കാരി സ്വരൂപമായിരിക്കുന്നു. അലങ്കൃതമായിരിക്കുന്നവർ വിഷ്ണുവംശികളാകുന്നു. ഇപ്പോൾ വൈഷ്ണവരാണ്. പഴയ വ്യക്തികളിൽ നിന്നും വസ്തുക്കളിൽ നിന്നും ലോകത്തിൽ നിന്നും വേറിട്ടിരിക്കുന്നു. സർവകർമ്മങ്ങളുടെയും ബാലൻസ് വെക്കുന്നതാണ് സർവരുടെയും ബ്ലെസ്സിങ് പ്രാപ്തി ചെയ്യുന്നതിനുള്ള സാധനം. ബാബ സൂചന നൽകുന്നു, സർവരുടെയും വിശേഷതകളെ കാണൂ. അപ്പോൾ അനേകരെയും ഒന്നായി കാണുന്നു. ഒരു മതത്തിന്റെ സംഘടനയാകുന്നു. നിന്ദിക്കുന്നവരുടെ രൂപം പരിവർത്തനം ചെയ്യുന്നു. ഓം ശാന്തി.